കാറ്റത്തിക്കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവിടെയാണെങ്കിൽ നിധിയുടെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് സുധീഷ് അറിയുന്നില്ല. അങ്ങനെ സൂര്യയാണെങ്കിൽ സംസാരിച്ച ശേഷം ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് നിധിയെ കൊണ്ട് വിടുകയും ചെയ്യുന്നുണ്ട് സുധീഷ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇത് വിജയത്തിൻ്റെ മുന്നോടിയാണ്, അത് ഒരു പരാജയമെന്ന് പറഞ്ഞ് നമുക്കത് കളയാൻ പറ്റില്ല, അതുകൊണ്ട് വിഷമിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവിടുകയാണ്. പിന്നെ അവിടെ നിന്നപ്പോഴത്തേക്കും കാണുന്നത് നിധിയുടെ അച്ഛനെയാണ്. നിധിയുടെ അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് നോക്കുന്നുണ്ട് സുധീഷിനെ. എന്നിട്ട് പറഞ്ഞു ഒരു ഡ്രോപ്പ് ചെയ്യാൻ പറയുക ഒരു സ്ഥലത്ത്. അങ്ങനെ ആ വണ്ടിയിൽ കയറുന്നുണ്ട്. വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ സുധീഷിനെ ഓരോ തരത്തിൽ വിഷമിക്കാൻ പറയുന്നുണ്ട്. വിഷമെന്ന് വെച്ചാൽ അത് ഏത് തരത്തിലാണോ എങ്ങനെയാണോ ഉപദ്രവിക്കാൻ നോക്കുന്നത് അങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, നിന്നെ അവളെ മുമ്പിൽ ഇപ്പോൾ അഭിനയിക്കുകയല്ലേ ചെയ്യുന്നത്, നിൻ്റെ കള്ളത്തരം അവൾ മനസ്സിലാക്കും, ആ ദിവസം കാത്തിരിക്കുകയാണ് ഞാനും, അതുപോലെ തന്നെ അതറിയുന്ന നിമിഷം നിന്നെ പറഞ്ഞയക്കുന്ന ദിവസവും അത് ഏതാണെന്ന് നമുക്ക് നോക്കി അറിയാം എന്നും പറയുന്നുണ്ട്. നീയല്ലേ എല്ലാത്തിനും കാരണം, എൻ്റെ മോള് വീട്ടിൽ നിന്നതാ നീ വലിച്ചീത്തോട് നിൻ്റെ വീട്ടിലേക്ക് പോയത്, അത് നല്ല സൗകര്യമുണ്ടോ അതുമില്ല, എല്ലാ തരത്തിലും അവൾ കഷ്ടപ്പാടുകൊണ്ട് അവിടെ നിൽക്കുന്നേ, നിന്നെ ആലോചിച്ച്. ഇനി ഒരു കാര്യമുണ്ട്, അവൾ നിന്നെ പുറത്താക്കി വിടുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക, നീ അത് മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട് നിധിയുടെ അച്ഛൻ. അപ്പോഴത്തേക്ക് നിധിയുടെ കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, നിങ്ങൾ എല്ലാത്തിനും കാരണം ആ സൂര്യയെ കല്യാണം ആലോചിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ മോളെ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുമായിരുന്നു, ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്കും ദേഷ്യം വീണ്ടും കയറി. അങ്ങനെ വീണ്ടും നിർത്തണ വണ്ടി എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി നീ എൻ്റെ മോളെ ഉപദ്രവിക്കുകയോ അതുപോലെ തന്നെ അവളടുത്ത് അഭിനയം കാണിക്കുകയോ നീ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴത്തേക്ക്, ഇനിയെങ്കിൽ എൻ്റെ മോള് എൻ്റെ വീട്ടിൽ നിന്നപ്പോഴത്തേക്കാണ് നേരെ നല്ലതുപോലെ നിന്നത്, ഇപ്പോൾ അവിടെ കഷ്ടപ്പാടില്ലെന്ന് എനിക്കറിയാം, എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കി അവൾ വരുന്ന ഒരു ദിവസമുണ്ട്, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക എന്നും പറയുന്നുണ്ട്. ഇനി നീ എൻ്റെ മോളെക്കുറിച്ച് പറഞ്ഞിരിക്കട്ടെ, എന്തായാലും കൊണ്ടുപോയല്ലോ, അതുപോലെ നീ നോക്കേണ്ടത് നിൻ്റെ കടമയുണ്ടായിരുന്നു, പക്ഷെ നീ കൊണ്ടുപോയതോ എങ്ങനത്തെ വീട്ടിലാണെന്ന് നമുക്കറിയാം, ഇനി ഞാൻ നോക്കിക്കോളും, അത് എല്ലാ തരത്തിലും എന്താണെന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്, എൻ്റെ മോള് എൻ്റെ അടുത്ത് തന്നെ വരൂ എന്നും പറയുന്നുണ്ട് നിധിയുടെ അച്ഛൻ. അങ്ങനെ ഇനി അവളെ മുമ്പിൽ ഇനി അഭിനയം നിർത്തിക്കോണം നിൻ്റെ, എന്തായാലും നീ അവളെ വിട്ട് പോവുകയെന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ സുധീഷ് ഇറങ്ങുകയും പിന്നെ കാറിലേട്ട് നിധിയുടെ അച്ഛൻ പോകുന്ന വഴിക്ക് സുഭാഷിനെ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സുഭാഷിനെ കണ്ട് ചോദിക്കുകയാണ്, ഞാൻ നിധിയുടെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ഉദ്ദേശത്തോടെയാണ് നിധിയുടെ അച്ഛനാണെങ്കിൽ അവിടെ വന്നത്, അതുപോലെ തന്നെ മോളെ കാണണം എന്നൊരാവശ്യം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കാണാൻ വേണ്ടി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധിയുടെ അച്ഛൻ വന്നപ്പോഴത്തേക്ക് സന്തോഷത്തോടെ സുഭാഷ് ചോദിക്കുന്നുണ്ട്, എന്തായാലും വന്നതല്ലേ, എന്താ വെച്ചാൽ കണ്ടിട്ട് പോവാം എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടത് എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ, എന്തായാലും ഇതുവരെ വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ പോരാതിരിക്കുന്നേ എന്നും പറയുന്നുണ്ട് നിധിയുടെ അച്ഛൻ. അങ്ങനെ നിധിയുടെ അച്ഛനാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ അടുത്താണോ നിങ്ങളുടെ വീട്, എന്തായാലും എൻ്റെ മകൻ വന്നിട്ടുണ്ട്, ഞാനിതുവരെ വന്നിട്ടില്ല, കേട്ടുള്ള അറിവേ ഉള്ളൂ, എന്നാലും എനിക്കിന്ന് വരണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ മോളെയും കാണാമല്ലോ എന്ന് പറഞ്ഞ് സുഭാഷിൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്.